Hi all, welcome to Bioclass. In this video, we are going to discuss about plant kingdom. K-TET Natural Science inde online coaching available aanu. Course il join cheyan താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ പേയ്മെന്റിലാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PDF നോട്ട്സും അതോടൊപ്പം തന്നെ ടെസ്റ്റ് സീരീസും ഉണ്ടായിരിക്കും. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ടൈം അനുസരിച്ച് ക്ലാസ്സുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ആയ ക്ലാസ്സുകളിലൂടെ നമുക്ക് ഈ ഒരു K-TET നാച്ചുറൽ സയൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബയോക്ലാസ് ലേണിംഗ് ആപ്പിലൂടെയാണ്. ആപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കിങ്ഡം പ്ലാന്റ്. Kingdom plant, it is mainly divided into bryophytes, pteridophytes, gymnosperms, angiosperms and algae. Kingdom plant is mainly divided into bryophytes, pteridophytes, gymnosperms, angiosperms and algae. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയി നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കാനുണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Artificial system of classification is based on vegetative and sexual characteristics. It is based on vegetative and sexual characteristics. Also, it is based on vegetative and sexual characteristics. Then, natural system of classification. This system of classification is based on not only the external features but also internal features like ultrastructure, anatomy, embryology and phytochemistry. അതായത് ഇവിടെ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഇറ്റ് ഓൾസോ കൺസിഡർ ദ ഇന്റേണൽ ഫീച്ചേഴ്സ് ലൈക്ക് അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. Phylogenetic system of classification. The system of classification based on evolutionary relationships between the various organisms. Phylogenetic system of classification എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? It is based on evolutionary relationship between the various organisms. It is based on evolutionary relationship between various organisms. Okay, then taxonomy in modern approach എന്നുള്ള ഒരു സബ് ടോപ്പിക് നമുക്ക് പ്ലാന്റ് കിങ്ഡത്തിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ കുറച്ച് പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ന്യൂമറിക്കൽ ടാക്സോണമി. In this, number and codes are assigned to all the characters and the data are processed. This is carried out using computers based on all observable characteristics. Okay, numerical taxonomy എന്ന് പറഞ്ഞാൽ in this, numbers and codes are assigned to all the characters. Numbers and codes are assigned to all the characters. ഓരോ ക്യാരക്ടേഴ്സിനും നമ്പേഴ്സോ അല്ലെങ്കിൽ കോഡ്സോ പ്രൊവൈഡ് ചെയ്യാണ് അല്ലെങ്കിൽ അസൈൻ ചെയ്യാണ് ചെയ്യുന്നത്. And the data are processed. And this is carried out by using computers based on all the observable characteristics. Then second one is cytotaxonomy. Cytotaxonomy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കാം. In this, cytological information like chromosome number, structure and behavior are considered. Cytotaxonomy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in this, cytological informations like chromosome number, structure and behavior are considered. Then third one is chemotaxonomy. Chemotaxonomy, it is based on chemical constituents of the plant. Chemotaxonomy is based on the chemical constituents of the plants. അപ്പോൾ ഇവിടെ ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോടാക്സോണമി, കീമോടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയുമ്പോൾ നമ്പർ ആൻഡ് കോഡ്സ് ആർ അസൈൻഡ് ടു ഓൾ ദ ഒബ്സർവബിൾ ക്യാരക്ടേഴ്സ് ആൻഡ് ദ ഡാറ്റ ആർ പ്രോസസ്ഡ് and this is carried out by using computers based on all the observable characteristics. Then cytotaxonomy, in the cytological informations like chromosome number, structure and behavior are considered. Third one is chemotaxonomy. It is based on the chemical constituents of the plants. It is based on the chemical constituents of the plants. Plant kingdomത്തെ algae, bryophytes, pteridophytes, gymnosperms, angiosperms എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ആൽഗകളെ കുറിച്ചാണ്. സോ നമുക്ക് നോക്കാം. ആൽഗെ, they are chlorophyll bearing. Algae are chlorophyll bearing
simple, thalloid, autotrophic and largely aquatic organisms. ഓക്കെ, ആൽഗെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ക്ലോറോഫിൽ ബിയറിംഗ്. ക്ലോറോഫിൽ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഗകൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ക്ലോറോഫിൽ, അവരുടെ ശരീരത്തിൽ ക്ലോറോഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സിമ്പിൾ ആണ്, താലോയിഡ് പ്രസന്റ് ആണ്. ദെൻ ഓട്ടോട്രോഫിക് ആണ്. ഓട്ടോട്രോഫിക് മീൻസ് ദേ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. ഓക്കെ, സ്വയം ആഹാരം നിർമ്മിക്കാനുള്ള കഴിവ് ആൽഗകൾക്കുണ്ട്. ദെൻ ദേ ആർ ലാർജ്ലി അക്വാട്ടിക് ഓർഗാനിസംസ്, ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. ഇവ അക്വാട്ടിക് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് അല്ലെ. അതിൽ മറൈൻ ആയിട്ടുള്ളവയും ഉണ്ട്, കടലിലും കാണും, ശുദ്ധജലത്തിലും ഇവയെ നമുക്ക് കാണാൻ സാധിക്കും. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോംസിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്, ഓർത്തു വെക്കാം. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ഓക്കെ, ക്ലാമിഡോമോണാസ്. ദെൻ കൊളോണിയൽ ഫോമിന് എക്സാമ്പിൾ ആണ്, അതായത് ആൽഗകൾ കോളനി ആയിട്ടും കാണാറുണ്ട്. അങ്ങനെ കോളനി ആയി ജീവിക്കുന്ന ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് വോൾവോക്സ്. ഓക്കെ, ദെൻ ചില ആൽഗകൾ ഫിലമെന്റസ് ആയിട്ട്, അഥവാ ഫിലമെന്റിന്റെ ആകൃതിയിൽ കാണാറുണ്ട്. ഓക്കെ, ഫിലമെന്റ് പോലെ കാണാറുണ്ട്. അത്തരം ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗേറ. ഓക്കെ, അപ്പൊ നെയിം ദ ആൽഗെ വിച്ച് ആർ ഇൻ കൊളോണിയൽ ഫോംസ്. ഓക്കെ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? വോൾവോക്സ് ആണ്. അതുപോലെ ഫിലമെന്റസ് ഫോംസിൽ കാണുന്ന ആൽഗകൾക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓപ്ഷൻസിൽ യൂളോത്രിക്സോ അല്ലെങ്കിൽ സ്പൈറോഗൈറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോംസിന് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ദെൻ കൊളോണിയൽ ഫോംസിന് എക്സാമ്പിൾ ആണ് വോൾവോക്സ്. ഫിലമെന്റസ് ഫോംസിന് എക്സാമ്പിൾ ആണ് യൂളോത്രിക്സ് ആൻഡ് സ്പൈറോഗൈറ. നെക്സ്റ്റ് ഇസ് റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ആൽഗകളിൽ പ്രധാനമായിട്ടും 3 ടൈപ്പ് റീപ്രൊഡക്ഷനും കാണുന്നുണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും ആൽഗകളിൽ കാണുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഇൻ ആൽഗെ. ഇറ്റ് ഒക്കേഴ്സ് ബൈ ഫ്രാഗ്മെന്റേഷൻ. Okay, vegetative reproduction occurs by fragmentation. Each fragment develops into a thallus. ഓരോ ഫ്രാഗ്മെന്റും ഓരോ താലസ് ആയി ഡെവലപ്പ് ചെയ്യുന്നു, പിന്നീട് അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആൽഗെ അത് ചെറിയ ചെറിയ പീസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളായിട്ട് മാറുന്നു. ഇതിൽ ഓരോ ഫ്രാഗ്മെന്റും ഒരു താലസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ബൈ ഫ്രാഗ്മെന്റേഷൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് ഈസ് asexual reproduction. It is by the production of zoospores. Important ആണ്. Asexual reproduction in algae takes place by the production of zoospores. Zoospores produce ചെയ്തുകൊണ്ടാണ് ആൽഗകളിൽ asexual reproduction നടക്കുന്നത്. They are flagellated motile. Flagellated എന്ന് പറയുമ്പോൾ flagella ഉണ്ട് അല്ലെ. Then motile, മൂവ് ചെയ്യാൻ സാധിക്കും. And germination give rise to new plants. ജെർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ സീഡ് ജെർമിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സീഡ് മുളയ്ക്കുക അല്ലെ. അപ്പൊ ജെർമിനേറ്റ് ചെയ്തിട്ട് ന്യൂ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഓക്കെ, ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട്, അതായത് മെയിൽ ഗ്യാമീറ്റും അതുപോലെ തന്നെ ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ കൂടിച്ചേർന്നിട്ട് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് ഫോം ചെയ്തിട്ട് ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നത്. Okay, sexual reproduction by the fusion of gametes. Okay, then ഇതില് ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ ഇവിടെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ്സ് പഠിക്കാറുണ്ട്. ഐസോഗമസ്, അനൈസോഗമസ് ആൻഡ് ഊഗമസ്. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ള ഭാഗങ്ങളാണ്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഐസോഗമസ്. ഐസോഗമി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണ്? 2 ഗ്യാമീറ്റ്സിനും ഒരേ സൈസ് ആയിരിക്കും. 2 ഗ്യാമീറ്റിനും ഒരേ സൈസ് ആയിരിക്കും ഐസോഗമി എന്ന് പറയുമ്പോൾ. ക്ലിയർ? അപ്പോൾ ഐസോഗമസ് എന്നുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. These gametes are flagellated and similar in size as in Chlamydomonas, or non-flagellated, non-motile but similar in size as in Spirogyra. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? These gametes are flagellated or non-flagellated. രണ്ടും വരാം. ഫ്ലജെല്ല ഉണ്ട്, ഇവിടെ ഫ്ലജെല്ല ഉണ്ട് അല്ലെ. ഇവിടെ കണ്ടില്ലേ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കണ്ടില്ലേ ഇവിടെ. അപ്പൊ ഫ്ലജെല്ല ഉണ്ട്. ഇനി ഫ്ലജെല്ല ഇല്ലാത്തവയും ഉണ്ടാവാം. ഫ്ലജെല്ല ഇല്ലാത്ത ഒരേ സൈസ് ഉള്ള ഗ്യാമീറ്റ്സും ഉണ്ടാവാം. അതും ഐസോഗമി തന്നെയാണ്. ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ഐസോഗമസ് ആയിട്ടുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ആൽഗകൾക്ക് ഉദാഹരണമാണ് ക്ലാമിഡോമോണാസ്. ഫ്ലജെല്ല ഉള്ള അല്ലെങ്കിൽ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ആണ് ആരിലുള്ളത്? ക്ലാമിഡോമോണാസിലുള്ളത്. ഗ്യാമീറ്റ്സിന്റെ മറ്റൊരു പ്രത്യേകത സിമിലർ ഇൻ സൈസ്. ഓക്കെ, ഐസോഗമസ് ആണ് കാണിക്കുന്നത്. ദെൻ നോൺ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സെയിം സൈസ് ഉള്ള ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ.
ഓക്കെ, സൈസ് ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷെ ഫ്ലജല്ല ഉണ്ടാവില്ല. അത്തരം ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. അപ്പൊ ആ രണ്ട് ഡിഫറൻസ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഒരിക്കൽ കൂടി പറയാം, ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഐസോഗമസ് ഗ്യാമീറ്റ്സ് ഉള്ള ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണാസ്. ദെൻ ഫ്ലജല്ല ഇല്ലാത്ത പക്ഷെ ഐസോഗമസ് ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് ഉണ്ടാവും അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഗ്യാമീറ്റുകൾ കാണുന്ന ആൽഗകൾക്ക് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ എന്ന് പറയുന്നത്. ദെൻ അനൈസോഗമസ് എന്നുള്ള കണ്ടീഷൻ നോക്കാം. ഇവിടെ രണ്ടാമതായി കൊടുത്തിട്ടുള്ളതാണ് അനൈസോഗമസ്. അതായത് ഇത് ഫിമെയിൽ ഗ്യാമീറ്റ് ആണ്, ഇത് മെയിൽ ഗ്യാമീറ്റ് ആണ്. ക്ലിയർ? അതിൽ രണ്ടും രണ്ട് സൈസ് ആണുള്ളത്. ഫീമെയിൽ ഗ്യാമീറ്റ് കുറച്ച് വലുതും മെയിൽ ഗ്യാമീറ്റ് കുറച്ച് ചെറുതും ആയിരിക്കും. അത്തരം ഗ്യാമീറ്റ്സ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അനൈസോഗമസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ടു ഗ്യാമീറ്റ്സ് ഡിസിമിലർ ഇൻ സൈസ്. രണ്ട് സൈസ് ആണ്. എക്സാമ്പിൾ സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ്. സ്പീഷീസ് ഓഫ് ക്ലാമിഡോമോണാസ്. Then oogamous. It is the fusion between one large, one motile female gamete and a smaller motile male gamete. ഫീമെയിൽ നോൺ മോട്ടൈൽ ആയിരിക്കും, കാരണം ഫ്ലജല്ല ഇല്ല. മെയിൽ എന്താണ്? മോട്ടൈൽ ആണ്, കാരണം അവർക്ക് ഫ്ലജല്ല ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ആ മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അതിന് എക്സാമ്പിൾസും പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഊഗമസിന് എക്സാമ്പിൾ ആണ് വോൾവോക്സ് ആൻഡ് ഫ്യൂക്കസ്. നെക്സ്റ്റ് ഇസ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ. ആൽഗകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് നോക്കാം. Half of the total carbon dioxide fixation on air is carried out by algae through photosynthesis. Half of the total carbon dioxide fixation on air is carried out by algae through photosynthesis. Photosynthesis വഴി പകുതിയോളം കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? ആൽഗകൾ സഹായിക്കുന്നു. മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ, ദെൻ ലാമിനേറിയ ആൻഡ് സർഗാസം ആർ എമംഗ് ദ 70 സ്പീഷീസ് ഓഫ് മറൈൻ ആൽഗെ യൂസ്ഡ് ആസ് ഫുഡ്. ആൽഗകള് ഫുഡായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ദെൻ certain marine brown and red algae produce large amount of hydrocolloids. അതായത് ചില ബ്രൗൺ ആൽഗകള്, ചില റെഡ് ആൽഗകളൊക്കെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഹൈഡ്രോകൊളോയിഡ്സ് ആർ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസസ്. എക്സാമ്പിൾ algin, then carrageen, then agar obtained from Gelidium and Gracilaria are used to grow microbes. Agar obtained from, agar important ആണ്. Agar obtained from Gelidium and Gracilaria are used to grow microbes. Agar obtain ചെയ്യുന്നത് എവിടെ നിന്നാണ്? ആൽഗകളിൽ നിന്നാണ് അല്ലെ. ജെലീഡിയം, ഗ്രസിലേറിയ എന്ന് പറയുന്ന ആൽഗകളിൽ നിന്നൊക്കെ അഗാർ പ്രൊഡ്യൂസ് ചെയ്തെടുക്കുന്നുണ്ട്. Then they are used to grow microbes and in the preparation of ice creams and jellies. Then chlorella and spirulina. Chlorella and spirulina വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ്. Chlorella and spirulina are unicellular algae. They are rich in proteins. Okay, chlorella and spirulina are rich in proteins and are used as food by space travelers. Space travelers ഇത് ഫുഡ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, കാരണം ഇതിൽ ധാരാളം പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പേര് ഓർത്ത് വെക്കാം, Chlorella and spirulina. They are rich in proteins and they are used as food by space travelers. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് ഓർത്ത് വെക്കാം. Then next, the algae are divided into 3 classes. 3 ക്ലാസ് ആയിട്ട് ആൽഗകളെ നമുക്ക് തരംതിരിക്കാം. Chlorophyceae, Phaeophyceae and Rhodophyceae. ഇതൊക്കെയാണ് Chlorophyceae, Phaeophyceae and Rhodophyceae. ഇതിന് ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് Chlorophyceae. ആദ്യം നോക്കുന്നത് Chlorophyceae കുറിച്ചാണ്. Chlorophyceae എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഗ്രീൻ ആൽഗകളാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലോറോഫിൽ എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ക്ലോറോഫിൽ എന്നുള്ളത് ഓർക്കുമ്പോൾ ഗ്രീൻ എന്നുള്ളത് അല്ലെ, അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ Chlorophyceae എന്ന് പറഞ്ഞാൽ ഗ്രീൻ ആൽഗകളാണ്. അതിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. The plant body may be unicellular, colonial or filamentous. ഗ്രീൻ ആൽഗകൾ എന്ന് പറയുമ്പോൾ they are unicellular. ചിലത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഗ്രീൻ ആൽഗകൾ ഉണ്ട്, എന്നാൽ ചിലത് കൊളോണിയൽ. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ, കൊളോണിയൽ ഫോംസ് എന്ന് പറഞ്ഞാൽ കോളനിയായി ജീവിക്കുന്നവയും ഉണ്ട്. ഓക്കെ, then some are filamentous. ഫിലമെന്റസ് ആയിട്ടുള്ള ആൽഗകളും ഗ്രീൻ ആൽഗകളും കാണാനായിട്ട് സാധിക്കുന്നു. The dominant green pigments are chlorophyll A and chlorophyll B. ഡോമിനന്റ് ആയിട്ടുള്ള ഗ്രീൻ പിഗ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. പിഗ്മെന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് എക്സാമിന്. ഗ്രീൻ ആൽഗകളിൽ കാണുന്ന ഡോമിനന്റ് പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ എ ആൻഡ് ക്ലോറോഫിൽ ബി. ഓക്കെ, ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും. The chloroplast may be discoid, plate-like, reticulate, cup-shaped, spiral or ribbon-shaped in different species. ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രത്യേകതയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഡിസ്കോയിഡ് ഷേപ്പ് ആയിരിക്കും, ദെൻ പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ് ആയിരിക്കും, ദെൻ കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള സ്പൈറൽ ഓർ റിബൺ ഷേപ്ഡ് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും ഇവയിൽ കാണുന്നത്. Then the storage bodies are pyrenoids located in the chloroplast.
നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഓർത്ത് വെക്കുക കേട്ടോ. ഈ ആൽഗകളിലെ സ്റ്റോറേജ് ബോഡീസ് എന്ന് പറയുന്നത് എന്താണ്? പൈറിനോയിഡ്സ് ആണ്. They are located in the chloroplast. Pyrenoids contain protein besides starch. Okay, they contain protein besides starch. Green algae have a rigid cell wall made of an inner layer of cellulose and an outer layer of pectose. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രീൻ ആൽഗെ ഹാവ് എ റിജിഡ് സെൽ വാൾ, കുറച്ച് കട്ടിയുള്ള സെൽ വാൾ ആണ് ഗ്രീൻ ആൽഗയ്ക്ക് ഉള്ളത്. ഇതിന്റെ ഇന്നർ ലെയർ എന്ന് പറയുന്നത് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇന്നർ ലെയർ ഓഫ് സെല്ലുലോസ് ആൻഡ് an outer layer of pectose. ഔട്ടർ ലെയർ എങ്ങനെയാണ്? പെക്ടോസ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞത് സ്റ്റോറേജ് ബോഡീസിന് നമുക്ക് എന്ത് പറയാം? പൈറിനോയിഡ്സ് എന്ന് പറയാം. പൈറിനോയിഡ്സ് എവിടെയാണ് കാണുന്നത്? ക്ലോറോപ്ലാസ്റ്റിലാണ് കാണുന്നത്. പൈറിനോയിഡ്സ് കണ്ടെയ്ൻ പ്രോട്ടീൻസ് ബിസൈഡ്സ് സ്റ്റാർച്ച്. Then green algae have a rigid cell wall. Green algae have a rigid cell wall made of an inner layer of cellulose. ഉള്ളിലുള്ള ലെയർ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചതും പുറമേയുള്ള ലെയർ പെക്ടോസ് കൊണ്ട് നിർമ്മിച്ചതും ആണ്. Then next point, vegetative reproduction usually takes place by fragmentation. Green algae vegetative reproduction എങ്ങനെയാണ് നടക്കുന്നത്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലേ, ആൽഗകളിൽ മുഴുവനും ഈ ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. Okay, then asexual reproduction is by flagellated zoospores produced in the zoosporangia. Asexual reproduction by the production of zoospores എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആൽഗകളിൽ സാധാരണയായിട്ട് zoospores വഴിയാണ് എന്ത് നടക്കുന്നത്? asexual reproduction നടക്കുന്നത്. Clear? Asexual reproduction by the production of zoospores, and these zoospores are produced in zoosporangia. Zoospores എവിടെയാണ് കാണുന്നത്? zoosporangiയിലാണ് കാണുന്നത്. The sexual reproduction may be isogamous, anisogamous or oogamous. Sexual reproduction isogamous ആയിരിക്കാം, then anisogamous ആയതും oogamous ആയിട്ടുള്ള sexual reproduction കാണാറുണ്ട്. Then example, Chlamydomonas, Volvox, Ulothrix, Pyroghyra and Chara. റെഡ് ആൽഗയും ഗ്രീൻ ആൽഗയും ബ്രൗൺ ആൽഗയും ഒക്കെ മിക്സ് ചെയ്ത് തന്നിട്ട് ഇതിൽ ഗ്രീൻ ആൽഗ ഏതാണ് അല്ലെങ്കിൽ ബ്രൗൺ ആൽഗ ഏതാണ്, അതിനൊക്കെ എക്സാമ്പിൾ ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. നോക്കാം, ഗ്രീൻ ആൽഗ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ക്ലാമിഡോമോണാസ്, വോൾവോക്സ്, യുളോത്രിക്സ്, പൈറോഗൈറ ആൻഡ് ചര. Then next is Phaeophyceae. Phaeophyceae എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗകളാണ്. Phaeophyceae എന്ന് പറഞ്ഞാൽ ബ്രൗൺ ആൽഗകളാണ്. They are mainly found in marine habitats. മറൈൻ ആണ്, കടലിൽ കാണുന്നവയാണ്. The size of plant body range from simple branched filamentous forms to profusely branched forms, and they possess chlorophyll A, chlorophyll C, carotenoids and xanthophylls. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ബ്രൗൺ ആൽഗകളെ കുറിച്ചാണ്. They are mainly found in marine habitatസിലാണ് ഇവയെ പ്രധാനമായിട്ടും കാണുന്നത്. The size of the plant body range from simple branched filamentous forms to profusely branched forms. Okay, they possess chlorophyll A. ഇവയിൽ കാണുന്ന ബ്രൗൺ ആൽഗയിൽ ഏതൊക്കെ പിഗ്മെന്റ്സ് ഉണ്ട് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ സി ഉണ്ട്, കരോട്ടനോയിഡ്സ് ഉണ്ട്, സാന്തോഫിൽസ് ഉണ്ട്. ഓക്കെ, ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ സി, ദെൻ കരോട്ടനോയിഡ്സ് ആൻഡ് സാന്തോഫിൽസ്. ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഫ്യൂക്കോസാന്തിൻ ഇസ് പ്രസന്റ് ഇൻ ലാർജ് എമൗണ്ട്. അതായത് ഡോമിനന്റ് ആയിട്ട് ബ്രൗൺ ആൽഗയിൽ ഡോമിനന്റ് ആയിട്ട് കാണുന്ന pigment ആണ് ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂക്കോസാന്തിൻ is present in large amount. Food is stored as complex carbohydrates in the form of laminarin and mannitol. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രൗൺ ആൽഗയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്തിന്റെ ഫോമിലാണ്? കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫോമിലാണ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ഇൻ ദ ഫോം ഓഫ് ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. ഓർത്ത് വെക്കുക, ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ. The vegetative cells with cellulosic wall is covered on the outside by a gelatinous coating of algae. Okay, the vegetative cells with cellulosic wall is covered on the side by a gelatinous coating of algae. The plant body is attached to the substratum by a holdfast. Holdfast വഴിയാണ് പ്ലാന്റ് ബോഡി അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് സബ്സ്ട്രാറ്റവുമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഇതാണ് ബ്രൗൺ ആൽഗി എന്ന് വിചാരിക്കുക. ബ്രൗൺ ആൽഗി ഇവിടെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ബ്രൗൺ ആൽഗി, അതിൽ നമ്മുടെ സബ്സ്ട്രാറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത ഭാഗമാണ് ഇത്. ഈ ഒരു ഭാഗത്തെ നമുക്ക് എന്ത് പറയാം? ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയാം. സബ്സ്ട്രാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കും അല്ലെ, ആ ഒരു പോർഷനാണ് സബ്സ്ട്രാറ്റം എന്ന് പറയുന്നത്. ഓക്കെ, then vegetative reproduction takes place by fragmentation. ഇവയിൽ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? The plant body is attached to the substratum by a holdfast and has a stalk, the stipe and leaf-like photosynthetic organ, the frond. Vegetative reproduction takes place by fragmentation.
asexual reproduction is by biflagellate zoospores that are pear-shaped and have two unequal laterally attached flagella. Okay. Asexual reproduction എന്ന് പറഞ്ഞാൽ സൂസ്പോസിന്റെ വഴിയാണ് നടക്കുന്നത്. സൂസ്പോസിന്റെ പ്രത്യേകത എന്താ? ബൈഫ്ലജെല്ലേറ്റ്, രണ്ട് ഫ്ലജെല്ല ഉള്ള സൂസ്പോസ് ആണ്. Then that are pear-shaped ആണ്. Have two unequal laterally attached flagella. Okay, unequal ആയിട്ടുള്ള ഫ്ലജെല്ലയാണ് ഇവയിൽ കാണുന്നത്. Then sexual reproduction may be isogamous, anisogamous or oogamous. Sexual reproduction എന്ന് പറയുമ്പോൾ മൂന്ന് രീതിയിൽ, അതായത് ഐസോഗമസ് ആയിട്ടുള്ളതും ഉണ്ട്, അനൈസോഗമസ് അതുപോലെ ഊഗമസ് ആയിട്ടുള്ളതും കാണുന്നുണ്ട്. The gametes are pyriform. Pyriform എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പിയർ ഷേപ്ഡ്, പിയറിന്റെ ആകൃതി, അതിനെയാണ് pyriform എന്ന് പറയുന്നത്. Gametes are pyriform and bear two laterally attached flagella. Example, ectocarpus, then dictyota, laminaria, sargassum and fucus. Okay, examples important ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. Then third one is rhodophyceae or red algae. Rhodophyceae എന്ന് പറഞ്ഞാൽ ഏതാണ്? റെഡ് ആൽഗകളാണ്. നോക്കാം. Majority are marine and found in the warmer areas. Majority are marine. റെഡ് ആൽഗെ എന്ന് പറഞ്ഞാൽ കൂടുതലും കടലിലാണ് കാണുന്നത്. And they are found in the warm areas. warmer areas ഇവയെ കാണുന്നു. The red thalli of most of the red algae are multicellular. The red thalli of most of the red algae are multicellular. Thallus എന്ന് പറയുന്നത് എന്താണ്? Multicellular ആണ്. The chlorophyll pigments are chlorophyll A and chlorophyll D. Okay, chlorophyll A and chlorophyll D. The dominant red pigment is R5-coerythrin. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് റെഡ് ആൽഗയിലുള്ള കളർ, ഈ ഒരു റെഡ് കളർ ലഭിക്കാൻ കാരണമായിട്ടുള്ള ഡോമിനന്റ് പിഗ്മെന്റ് ആണ് R5-coerythrin. ഓക്കെ, R5-coerythrin ഓർത്ത് വയ്ക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെഡ് ആൽഗയിലുള്ള കളറിംഗ് പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എയും ഉണ്ട്, ക്ലോറോഫിൽ ഡിയും ഒക്കെ ഉണ്ട്. എന്നാലും ഡോമിനന്റ് ആയി കാണുന്നത് ഏതാണ്? R5-coerythrin. ഇതുള്ളത് കൊണ്ടാണ് റെഡ് ആൽഗകൾക്ക് റെഡ് കളർ ലഭിക്കുന്നത്. Then food is stored as Floridian starch. Food is stored as Floridian starch similar to amylopectin and glycogen in structure. Floridian starchന്റെ രൂപത്തിലാണ് റെഡ് ആൽഗകളിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. റെഡ് ആൽഗെ യൂഷ്വലി റീപ്രൊഡ്യൂസ് വെജിറ്റേറ്റീവ്ലി ബൈ ഫ്രാഗ്മെന്റേഷൻ. റെഡ് ആൽഗയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. They reproduce vegetatively by fragmentation. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇവയിലെ asexual reproductionനെ കുറിച്ചാണ്. Okay, they reproduce asexually by non-motile spores and sexually by non-motile gametes. Red algae asexual reproduction, it takes place by spores, and the sexual reproduction takes place by gametes. Okay, fusion of gametes. Sexual reproduction is oogamous and accompanied by complex post-fertilization developments. Red algae examples നോക്കാം. Polysiphonia, Porphyra, then Gracilaria and Gelidium. ഓർത്ത് വയ്ക്കുക, റെഡ് ആൽഗകൾക്ക് എക്സാമ്പിൾസ് ആണ് പോളിസൈഫോണിയ, പോർഫൈറ, ഗ്രാസിലേറിയ ആൻഡ് ജെലീഡിയം. ഇനി ഈ ഒരു ടെബുലാർ കോളം ഒന്ന് നോക്കാം. ഇതിൽ ക്ലോറോഫൈസിയ, ഫയോഫൈസിയ, റോഡോഫൈസിയ എന്നിവയെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്ലോറോഫൈസിയ പറഞ്ഞാൽ ഗ്രീൻ ആൽഗയാണ്, ദെൻ ഫയോഫൈസിയ പറഞ്ഞാൽ ബ്രൗൺ ആൽഗെ, റോഡോഫൈസിയ എന്ന് പറഞ്ഞാൽ റെഡ് ആൽഗയാണ്. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നിലുള്ള പിഗ്മെന്റ്സുകൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ദെൻ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഏതിന്റെ രൂപത്തിലാണെന്നുള്ളത് പഠിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ സെൽവോള്, മൂന്നിന്റെയും സെൽവോളൊക്കെ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ആൽഗകളെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. ബ്രയോഫൈറ്റ്സ് ആർ ദി ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രയോഫൈറ്റ്സ് ആർ ദ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ആ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യുക കേട്ടോ. ബിക്കോസ് ദേ ക്യാൻ ലിവ് ഇൻ സോയിൽ ആൻഡ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ബിക്കോസ് ദേ ലീവ് ഇൻ സോയിൽ, സോയിൽ ജീവിക്കുന്നു, പക്ഷേ ഇവ സെക്ഷുവൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവ എന്ത് പറയുന്നത്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് ബ്രയോഫൈറ്റ്സിനെ പറയുന്നത്. It is thallus-like and prostrate or erect and attached to the substratum by unicellular or multicellular rhizoids. Rhizoids എന്ന് പറയുന്ന സ്ട്രക്ചർ വഴിയാണ് ഇവ ഒരു സബ്സ്ട്രാറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. They lack true roots, stem or leaves. ഇവയിൽ ട്രൂ ആയിട്ടുള്ള ഒരു റൂട്ട്, സ്റ്റെം, ലീവ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. The main plant body of the bryophyte is haploid.
Okay, the main plant body of the bryophyte is haploid. It produces gametes, hence is called a gametophyte. Okay, it produces gametes, hence is called gametophyte. The main sex organ is multicellular antheridium. ബ്രയോഫൈറ്റ്സിലുള്ള മെയിൽ സെക്സ് ഓർഗൻ ഏതാണ് മൾട്ടിസെല്ലുലാർ ആന്ത്രീഡിയം ആണ്. ദേ പ്രൊഡ്യൂസ് ബൈഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ്. ഈ ഒരു മൾട്ടി സെല്ലുലാർ ആന്ത്രീഡിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബൈഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ദ ഫീമെയിൽ സെക്സ് ഓർഗൻ ഈസ് കോൾഡ് ആസ് ആർച്ചിഗോണിയം. ഫീമെയിൽ സെക്സ് ഓർഗൻ ഏതാണ്? ആർച്ചിഗോണിയം ആണ്. ഇറ്റ് ഈസ് ഫ്ലാഷ് ഷേപ്ഡ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിംഗിൾ എഗ്. അപ്പൊ ഇവിടെ ഓർത്ത് വെക്കാം, മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞാൽ മൾട്ടി സെല്ലുലാർ ആന്ത്രീഡിയം ആണ്. ഈ ആന്ത്രീഡിയം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ബൈഫ്ലജലേറ്റ് ആന്ത്രോസോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആർച്ചിഗോണിയം ആണ്. ദേ പ്രൊഡ്യൂസ് എ സിംഗിൾ എഗ്. ആർച്ചിഗോണിയം പ്രൊഡ്യൂസ് എ സിംഗിൾ എഗ്. Then sexual reproduction in bryophytes. Bryophytes sexual reproduction എങ്ങനെയാ വരിക നോക്കാം. Anthrozoids moves through water. They come in contact with the archegonium and fuses with the egg to produce the zygote. Male produce ചെയ്യുന്ന anthrozoids പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. അത് പതുക്കെ വാട്ടറിലൂടെ മൂവ് ചെയ്ത് എവിടെ എത്തും? They come in contact with archegonium and fuses with the egg to produce the zygote. Zygote produce a multicellular body called as sporophyte. Okay, zygote produce a multicellular body called a sporophyte. The sporophyte is not free living but attached to photosynthetic gametophyte. Some cells of the sporophyte undergo reduction division or meiosis to produce the haploid spores. Some cells of the sporophyte undergo reduction division. ചില സ്പോറോഫൈറ്റിലുള്ള ചില സെൽസിന് എന്ത് സംഭവിക്കും? റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കുന്നു. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിയോസിസ് ആണ് കേട്ടോ. റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മിയോസിസ് ആണ്. അപ്പോൾ സ്പോറോഫൈറ്റിലുള്ള ചില സെൽസിന് മിയോസിസ് സംഭവിച്ചിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യുന്നു. ഹാപ്ലോയിഡ് സ്പോർസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹാഫ് സെറ്റ് ഓഫ് ക്രോമസോം N എന്നുള്ള കണ്ടീഷൻ ആണ്. ഓക്കെ, ഡിപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റ് ക്രോമസോം ആണ്. 2N എന്നുള്ള കണ്ടീഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹാപ്ലോയിഡ് spores are. I repeat, some cells of the sporophyte undergo reduction division or meiosis to produce the haploid spores, and these spores germinate to produce gametophyte. ഈ സ്പോർസ് എന്ത് ചെയ്യുന്നു? ഈ ഹാപ്ലോയിഡ് സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് ഗാമിറ്റോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. Okay, these spores germinate to produce gametophyte. Next is economic importance of bryophytes. They play an important role in the plant succession on bare rocks or soil. അതായത് ബ്രയോഫൈറ്റ്സിന് സക്സഷനില് പ്രധാനമായിട്ടുള്ള റോൾ ഉണ്ട്. സക്സഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നുമില്ലാത്ത ബെയർ ആയിട്ടുള്ള റോക്സിൽ അല്ലെങ്കിൽ സോയിലൊക്കെ എന്തുണ്ടാവുക? പുതിയ പ്ലാന്റ്സ് ഫോം ചെയ്യുക. അതിനെയാണ് സക്സഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സക്സഷനിൽ ബ്രയോഫൈറ്റ്സിന് വളരെ പ്രധാനമായിട്ടുള്ള ഒരു റോൾ ഉണ്ട്. They decompose rocks, making the substrate suitable for the growth of higher plants. Then next point നോക്കാം. Some mosses provide food for herbaceous mammals, birds and other animals. Some mosses provide food for herbaceous mammals, birds and other animals. Sphagnum, a moss, provide peat that is used as fuel. Sphagnum, a moss that produce peat. ഓർത്ത് വെക്കാം കേട്ടോ. Sphagnum produce peat. സ്വാഗ്നം എന്ന് പറയുന്നത് ഒരു മോസ് ആണ്. ഇത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പീറ്റ് എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. മോസസ് ഫോം ഡെൻസ് മാറ്റ്സ് ഓൺ ദ സോയിൽ, ഹെൻസ് ഇറ്റ് പ്രിവെന്റ്സ് ദ സോയിൽ ഇറോഷൻ. മോസസ് എന്ത് ചെയ്യുന്നു? ഡെൻസ് മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചവിട്ടിയില്ലേ, അതുപോലെ സോയിലിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. ഓക്കെ, എന്നിട്ട് സോയിൽ ഇറോഷൻ പ്രിവെന്റ് ചെയ്യുന്നു. ദ ബ്രയോഫൈറ്റ്സ് ആർ മെയിൻലി ഡിവൈഡഡ് ഇൻ ടു ലിവർവേർഡ്സ് ആൻഡ് മോസസ്. Bryophytes are mainly divided into liverworts and mosses. അതിലെ ഫസ്റ്റ് വൺ liverwortsനെ കുറിച്ച് നോക്കാം. Liverworts grow in moist, shady habitats such as banks of streams, marshy ground, damp soil, bark of trees and deep in the woods. The plant body of the liverwort is thalloid. Example, Marchantia. Okay, Marchantia example ആണ്. A sexual reproduction in liverworts takes place by fragmentation of thalli or by the formation of specialized structures called as gemmi. Okay, ഇവയിൽ asexual reproduction നടക്കുന്നത്. Asexual reproduction in liverworts takes place by fragmentation of thalli. ഒന്നെങ്കിൽ thalli അല്ലെങ്കിൽ thallusന് fragmentation നടന്നിട്ട് asexual reproduction കാണുന്നുണ്ട്. എന്നാൽ മറ്റൊരു രീതിയിലും ഇവയിൽ asexual reproduction, bryophytes asexual reproduction കാണുന്നുണ്ട്. Okay, it is by the formation of specialized structures called as gemmi.
ഐ റിപ്പീറ്റ്, ഈ ഒരു ലിവർ വേർഡ്സിന്റെ കേസിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്നെങ്കിൽ താലസിന് ഫ്രാഗ്മെന്റേഷൻ നടന്നിട്ട് പുതിയ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് മാറാറുണ്ട്. ഇനി അതല്ലെങ്കിൽ ജെമ്മെ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്തിട്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവയിൽ നടക്കാറുണ്ട്. ജെമ്മെ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ്. ജെമ്മെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദേ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്. ഓക്കെ, അപ്പൊ ജെമ്മെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയാ കാണുന്നത്? ഇവിടെ ഡയഗ്രത്തിൽ നോക്കൂ, ഇതിനകത്ത് ഇവിടെ ജെമ്മ കപ്പ് എന്ന് കാണാം. ഇതിന്റെ ഉള്ളിലായിട്ട് എന്ത് കാണാൻ സാധിക്കുന്നു? ഇവിടെ ഉള്ളിലായിട്ട് ജെമ്മെ കാണാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ജെമ്മെ കപ്പിന്റെ ഉള്ളിലായിട്ട് എന്ത് കാണുന്നു? ജെമ്മെ കാണാനായിട്ട് സാധിക്കുന്നു. ഒരിക്കൽ കൂടി പറയാം, ജെമ്മെ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്സ്. It is detached from the parent body and germinate to form new individuals. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു ജെമ്മെ പാരന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട്, ഇവിടെ എന്താ കാണിച്ചിട്ടുള്ള ഈ ഒരു ജെമ്മെ പാരന്റ് ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഡ്യൂറിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗാൻസ് ആർ പ്രൊഡ്യൂസ് എയ്തർ ഓൺ ദ സെയിം ഓർ ഓൺ ഡിഫറെന്റ് താലെ. സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സമയത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒന്നുകിൽ ഒരു താലസിൽ തന്നെ, ഒരു താലയിൽ തന്നെ കാണാം, അതല്ലെങ്കിൽ വ്യത്യസ്ത താലകളിലും കാണാൻ സാധിക്കുന്നു. The sporophyte is differentiated into a foot, seta and capsule. Sporophyte പല ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർട്ട്, സീറ്റ്, ക്യാപ്സ്യൂൾ എന്നിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ആഫ്റ്റർ മിയോസിസ് സ്പോർസ് ആർ പ്രൊഡ്യൂസ് വിത്തിൻ ദ ക്യാപ്സ്യൂൾ. മിയോസിസ് നടന്നു കഴിഞ്ഞിട്ട് സ്പോർസ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? ക്യാപ്സ്യൂളിനകത്ത് ഫോം ചെയ്യുന്നു. ദീസ് സ്പോർസ് ജെർമിനേറ്റ് ഫോം ഫ്രീ ലിവിംഗ് ഗാമിറ്റോഫൈറ്റ്സ്. ഈ സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു? ഫ്രീ ലിവിംഗ് ഗാമിറ്റോഫൈറ്റ്സ് ആയിട്ട് മാറുന്നു. ഇനി ബ്രയോഫൈറ്റ്സിന് എക്സാമ്പിൾസ് കൂടി ഒന്ന് നോക്കാം. റെക്സിയ, മെർച്ചന്റിയ, പെല്ലിയ, പോറല്ല, അത് എക്സാമ്പിൾസ് ഫോർ ബ്രയോഫൈറ്റ്സ്.